ഡൽഹിയിലെ അനധികൃത കെട്ടിട നിർമ്മാണ പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥരും കുടുങ്ങും. അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥരെ പൂട്ടും. 2005-ലെ ദുരന്ത നിവാരണ നിയമം നടപ്പാക്കാൻ ഡൽഹി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിഷ്ണു പ്രകാശാണ് വിവരങ്ങളുമായുള്ളത്. വിഷ്ണു, ഡൽഹിയിലെ അനധികൃത കെട്ടിട നിർമ്മാണം അത് നേരത്തെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നേരത്തെയും പല ഘട്ടങ്ങളിൽ ചില നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? രതീഷ്, അതായത് ഇപ്പോൾ മാൽവേനഗറിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഡൽഹി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കേവലം ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയോ നിയമലംഘകർക്ക് നോട്ടീസ് നൽകുകയോ മാത്രമല്ല, പകരം ഈ കെട്ടിടങ്ങൾക്ക് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഘടിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നിയമലംഘനം കണ്ടെത്തിയാൽ അത് തെളിഞ്ഞാൽ, ഈ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ കൃത്യമായി ഇവർക്കെതിരെ നടപടി ഉണ്ടാകും. ഇതിന്റെ ഫൈന് അല്ലെങ്കിൽ പിഴത്തുക ഇവരിൽ നിന്ന് ഈടാക്കും. അവരുടെ ശമ്പളത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ പെൻഷനായോ, അതുമല്ലെങ്കിൽ ഇവരുടെ സ്വത്തുവകകളിൽ നിന്ന് തന്നെ കണ്ടുകെട്ടിയോ ആയിരിക്കും ഈ തുക ഈടാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഡൽഹി സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. കാരണം 4 നിലകൾക്ക് മുകളിൽ ഉയരമുള്ള, അതായത് ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ 4 നിലകൾ കൂടി കെട്ടിപ്പൊക്കിയതിന് കൂടാതെ അനധികൃത നിർമ്മാണമായി കൂടുതൽ നിലകൾ ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവ അടച്ചുപൂട്ടാനാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് ചേർന്ന യോഗത്തിലൂടെയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം അതാത് വകുപ്പുകൾക്കും ഒപ്പം തന്നെ പോലീസ്, ഡൽഹി കോർപ്പറേഷൻ കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഗ്നിശമന സേനാ വിഭാഗം എന്നിവയ്ക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇന്ന് നൽകിയിട്ടുണ്ട്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.